എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പഞ്ച്വാലിറ്റിയെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും ഓരോ ആൾക്കാർ ഓരോ സ്വഭാവക്കാരാണല്ലോ. അപ്പൊ പഞ്ച്വാലിറ്റി അതിപ്പം ചിലർ 10 മിനിറ്റ് വൈകും, ചിലപ്പോൾ നേരത്തെ പോകുന്നവരുണ്ട്. അത് ഓരോ മനുഷ്യന്റെയും ഒരു സ്വഭാവത്തെ അവരുടെ ആ ഒരു പഞ്ച്വാലിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. അവരുടെ കൃത്യനിഷ്ഠ എന്ന് പറയും. ചിലർ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പല സ്ഥലത്തും 10 മണി എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് വെക്കുന്നത്. കാരണം 10 മണിക്ക് എത്തത്തില്ല എല്ലാവരും, 10:30 ആകുമ്പോഴേ എല്ലാവരും എത്തുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 10 മണി എന്ന് പറയുന്ന സമയത്ത് എത്തിയ ഒരുപാട് പേര് അവിടെ കാണും അല്ലേ? ഈ 10:30 വരെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുറെ ആൾക്കാർക്ക് വേണ്ടി ഈ 10:30 വരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതെന്താ ഒരു തെറ്റായ ഒരു സന്ദേശമല്ലേ? എല്ലാ മീറ്റിങ്ങും ഇപ്പൊ നമ്മൾ മുൻകൂട്ടി പറയും, 10 മണി എന്ന് പറഞ്ഞാലും ചില ആൾക്കാർ 10 എന്ന് പറഞ്ഞാലും 10-നൊന്നും തുടങ്ങത്തില്ലെന്നേ, 10:30 ആവും തുടങ്ങാൻ. അത് എന്തുകൊണ്ടാണ്? ഈ കൃത്യനിഷ്ഠയില്ലാത്ത കുറച്ച് ആൾക്കാർ ഈ താമസിച്ച് വരുന്നതുകൊണ്ടാണ് ഈ 10:30ക്ക് വേണ്ടിയിട്ട് മീറ്റിംഗ് തുടങ്ങുന്നത്. അത് ഇവര് മനസ്സിലാക്കത്തില്ല. അപ്പൊ ഈ താമസിച്ച് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവർ 10:30 എന്നുള്ളത് 11-നേ വരുവുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒരു എന്തെങ്കിലും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണമെങ്കിൽ 10 o'clock എന്ന് പറഞ്ഞാൽ 10 o'clock തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠയുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വീട്ടിലെ പോസിറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ നമുക്കൊരു പങ്ക്ച്വൽ ആയ അല്ലെങ്കിൽ ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അറിയാൻ പറ്റും. അത് മേ ബി മെയിൽ ഓർ ഫീമെയിൽ ആരായിക്കോട്ടെ. അവർ പങ്ക്ച്വൽ ആണെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ, അവരുടെ ഒരു അപ്പിയറൻസിൽ എല്ലാം അത് കാണാൻ പറ്റും. ചില ആൾക്കാരുണ്ട് നമ്മളെ പോസ്റ്റ് ആക്കും. അപ്പം ഇപ്പൊ ലൈഫിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം ചില ഹസ്ബൻഡ് ഇതുപോലെ ലേസി ആയ മനുഷ്യനാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ഭാര്യയ്ക്ക് ഭയങ്കര പങ്ക്ച്വൽ ആണെങ്കിൽ അവരൊരുങ്ങി അവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കും. മേ ബി തിരിച്ചും ഭാര്യ ഭയങ്കര പങ്ക്ച്വൽ ആയ വ്യക്തിയാണ്, ഹസ്ബൻഡ് പങ്ക്ച്വൽ അല്ലെങ്കിൽ ഈ കൃത്യനിഷ്ഠ ഇല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്ത് അവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നത് ഒരു നല്ല പോസിറ്റീവാണ്, പോസിറ്റീവായ ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളുമാണ്. അപ്പൊ അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമുക്ക് ഈ പഞ്ച്വാലിറ്റി മാറ്റിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. എവിടെ ചെന്നാലും നമ്മൾ ഈ കൃത്യനിഷ്ഠ പാലിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ടൈമിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ ഓരോ സമയവും ഇപ്പൊ നിങ്ങൾക്ക് ഈ താമസിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മണിയാണ് സമയമെങ്കിൽ ഈ പഞ്ച്വാലിറ്റി ഇല്ലാത്ത ആൾക്കാര് അവർ ശരിക്കും ഒരുങ്ങാൻ തുടങ്ങുന്നത് തന്നെ 9:50 എന്നിട്ട് അവർ പെട്ടെന്ന് ഹറിബറിയായിട്ട് ഒരുങ്ങിയാണ് ഈ താമസിക്കുന്നത്. പങ്ക്ച്വാലിറ്റി ഉള്ള വ്യക്തിയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അവർ ഇന്ന് 10 മണിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അവർ 9 മണിക്ക് റെഡി ആവാൻ പ്ലാൻ ചെയ്യും. അവർക്ക് തലേ ദിവസമേ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ഇത്ര മണിക്ക് എഴുന്നേക്കണം, ഇത്ര മണിക്കെല്ലാം റെഡി ആയാൽ ഇപ്പൊ പോകാൻ പറ്റും, ഇപ്പൊ ഇറങ്ങിയാൽ അവിടെ ചെല്ലും. ഇങ്ങനെ ഒരു കണക്കുകൂട്ടൽ ആ ഒരു പോസിറ്റീവായ വ്യക്തിയിൽ, ആ പങ്ക്ച്വാലിറ്റി ഉള്ള വ്യക്തിയിൽ കാണാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾക്ക് സ്വയം അസസ് ചെയ്യാൻ പറ്റും നിങ്ങളൊരു പങ്ക്ച്വാലിറ്റി ഉള്ള വ്യക്തിയാണോ ഇല്ലാത്ത വ്യക്തിയാണോ. കാരണം നിങ്ങൾ പങ്ക്ച്വാലിറ്റി, അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ പങ്ക്ച്വാലിറ്റീനെ നിങ്ങൾക്ക് തന്നെ കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ലൈഫ് ലോങ് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ജീവിച്ച് മരിച്ചു പോകുമല്ലോ. അപ്പൊ നമ്മൾ ഒരു ലൈഫ് ലോങ് ജീവിക്കുമ്പം ഈ കൃത്യനിഷ്ഠ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് അനുഭവമായിരിക്കും. അല്ല നിങ്ങൾ അങ്ങനെ ഈ കൃത്യനിഷ്ഠ പാലിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഒരു വഴക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം നിങ്ങളൊരു ഓഫീസിലാണെങ്കിൽ അപ്പൊ ചോദിക്കും ജോലി ഇല്ലാത്ത വ്യക്തികളാണോ. എന്തിനെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ഈ കൃത്യനിഷ്ഠ പാലിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കുകയാണ്, തോന്നുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ വരാനും ഒക്കെ നിങ്ങളൊരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നേരിടേണ്ടി വരും. കാരണം നമ്മൾ ആ ഒരു പങ്ക്ച്വാലിറ്റി പാലിക്കാതിന്റെ ബുദ്ധിമുട്ടുകൾ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ നിന്നാവാം. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇപ്പൊ നിങ്ങൾ ഓഫീസിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ഇപ്പൊ ഒരു 10 o'clock ചെല്ലേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ അത് മേ ബി ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോരുത്തരുടെ ഓഫീസ് ടൈം മാറിയിരിക്കും. എന്നാലും ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ നേരത്തെ ചെല്ലേണ്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്ത് ഒരു ദിവസം നിങ്ങൾ നേരത്തെ ചെന്നെന്ന് വെച്ചോ, ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് താമസിച്ച് തന്നെയായിരിക്കും ചെല്ലുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു ടൈം കീപ്പ് ചെയ്യാത്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു പേര് കിട്ടും. തൊട്ടടുത്താണ് വീട്, അല്ലെങ്കിൽ ഇത്ര സമയമേ ഉള്ളൂ വണ്ടിയിലാണ്, എന്നാൽ പോലും താമസിച്ചേ വരുവുള്ളൂ. ആ താമസിച്ചേ വരുവുള്ളൂ എന്ന ലേബല് നിങ്ങൾക്ക് മാറുകയില്ല. പിന്നെ നിങ്ങളൊരു 10 ദിവസം അല്ലെങ്കിൽ 2 ദിവസം നേരത്തെ വന്നാലും അത് നിങ്ങൾക്ക് പിന്നെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും അങ്ങനെ ഒരു ലേബല് കിട്ടും. അതുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ വിചാരിച്ചാൽ മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ ഈ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുമോ? നമുക്ക് ട്രൈ ചെയ്യാം.
ഇപ്പൊ നിങ്ങൾ 10 മണിക്ക് ഓഫീസിൽ പോകണമെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങളൊരു 9:30 ആകുമ്പോഴായിരിക്കും റെഡി ആകുന്നത്. നിങ്ങളൊരു ദിവസം ഞാൻ ഈ പറഞ്ഞ സമയം ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ച് നോക്കുക. നിങ്ങളുടെ സമയം എപ്പോഴാണോ നിങ്ങൾക്ക് റെഡി ആവേണ്ടത് അതിന് മുന്നേ നിങ്ങൾ എഴുന്നേറ്റ് അലാറം വെച്ച് നിങ്ങൾ റെഡി ആവാൻ നോക്കൂ. എന്നിട്ട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഈ ലേസി ആയ മനുഷ്യർ മീൻസ് പങ്ക്ച്വാലിറ്റി ഇല്ലാത്തവര് അവരുടെ ഈ എഴുന്നേക്കുന്ന ആ ഒരു സമയം തൊട്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ അതിനൊരു അരമണിക്കൂർ മുന്നേ നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോകണം മീൻസ് ഇപ്പൊ ഇന്റർവ്യൂ ആയിക്കോട്ടെ, എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളായിക്കോട്ടെ, എവിടെയെങ്കിലും നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യവും ഇവർ നേരത്തെ എടുത്ത് വെക്കത്തില്ല. ഇവർക്ക് ആ പോകുന്ന സമയത്തായിരിക്കും അവരത് തപ്പിയെടുക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് കണക്ട് ആവുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും. നിങ്ങൾ പഞ്ച്വാലിറ്റി ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പങ്ക്ച്വൽ ആയ വ്യക്തിയാണെങ്കിൽ തലേന്ന് തന്നെ കൊണ്ടുപോകേണ്ട സാധനം ഇപ്പൊ എവിടെ ആയിക്കോട്ടെ, ഒരു കടയിൽ പോണേ പോലും നേരത്തെ തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് അടുക്കി വെക്കുന്ന വ്യക്തിയായിരിക്കും. പോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ. പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത വ്യക്തിയാണെങ്കിലോ ഒന്നും എടുക്കില്ല. അവിടെ ഇരിപ്പുണ്ടല്ലോ, രാവിലെ അവിടെ നിന്ന് എടുത്താൽ പോരെ, എന്നിട്ട് രാവിലെ കിടന്ന് തപ്പും. എന്നിട്ട് അവിടെ എല്ലാം അരിച്ച് പെറുക്കി എടുത്തോണ്ടായിരിക്കും ഇവര് പോകുന്നത്. അതിന്റെ ആവശ്യം എന്താ? രാത്രി എന്തോരം സമയം ഉണ്ടായിരുന്നു, എല്ലാം എടുത്ത് അടുക്കി പെറുക്കി വെക്കായിരുന്നു. ഇത് ചില സ്റ്റുഡൻസിൽ ഞാൻ കാണാറുണ്ട്. അവരും ഇങ്ങനെ ആയിരിക്കും. ഹോൾ ടിക്കറ്റ് മറന്നുപോയി എന്ന് പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പേന മറന്നു, ബുക്ക് മറന്നു. ഈ പറയുന്നതെല്ലാം ഇവരുടെ ചെറുപ്പകാലം തൊട്ടേ ജനറ്റിക്കലി ഇവർ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. ഇവർക്ക് അതൊക്കെ നേരത്തെ എടുത്ത് വെക്കാറുണ്ട്, പക്ഷെ ഇവര് ചെയ്യത്തില്ല, ഇവര് മറക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. മാറ്റാതിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ലേന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ നല്ല സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. നമ്മളത് മാറ്റുന്നതുകൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കെങ്കിലും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയാലോ. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.